നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ സുഡാമേരിക്കാനയിൽ സാൻഡോസ് പൊട്ടി. സൗത്ത് അമേരിക്കൻ മേഖലയിലെ സുപ്രധാന ടൂർണമെൻറ്റുകളിലൊന്നാണ് കോൺമെബോൾ സുഡാമേരിക്കാന. ഇപ്പോൾ തോറ്റിരിക്കുന്നത് ഇക്വട്ടോറിയൻ ക്ലബ്ബായ ഡിപ്പോർട്ടീവോ കുയെൻകയോടാണ്. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഡിപ്പോർട്ടീവോ കുയെൻക വിജയിച്ചിരിക്കുന്നത്. നെയ്മർ ജൂനിയറുടെ ക്ലബ്ബാണ് സാൻഡോസ്. പക്ഷേ നെയ്മർ ജൂനിയർ ഈ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം വിശ്രമത്തിലാണ്. ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊസീജിയർ കൂടി കാൽമുട്ടിന് നടത്തി. എവേ മത്സരങ്ങൾ അധികവും നെയ്മർ കളിക്കുന്നില്ല. ഏതായാലും ഈ കളിയിൽ അവർ ഒരു ഗോളിന് പരാജയപ്പെടുമ്പോൾ ഓൺ ഗോളാണ് അവർക്ക് പിന്നെയായി മാറിയത്. ഏതായാലും ഗ്രൂപ്പ് ഡിയിലാണ് ഇപ്പോൾ സാൻഡോസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ഡിയിൽ ആദ്യ കളിയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സാൻ ലോറൻസോ അതുപോലെ റിക്കൊലേറ്റ എന്നീ ക്ലബ്ബുകളാണ് ഈ ഗ്രൂപ്പിൽ സാൻഡോസിനെ കാത്തിരിക്കുന്നത്. നിലവിലെ അവസ്ഥയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് സാൻഡോസിന് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനിയിപ്പോൾ അടുത്ത മത്സരം ബ്രസീലിയറോ സിരിയയിലെ പോരാട്ടമാണ്. ആ പോരാട്ടം ഏപ്രിൽ 12 പുലർച്ചെ 4:30 സാൻഡോസ് അത്ലറ്റിക്കോ മിനേറോയുമായിട്ട് കളിക്കുന്നു. ആ മത്സരത്തിന് നെയ്മർ ജൂനിയർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സാൻഡോസിൻ്റെ മൈതാനത്താണ് ഏപ്രിൽ 15 കോൺമെബോൾ സുഡാമേരിക്കാനയിലെ മത്സരം. റിക്കൊലേറ്റ എന്ന ക്ലബിനെതിരെയാണ് ആ കളിക്കും നെയ്മർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. നെയ്മർ ഇല്ലെങ്കിൽ സാൻഡോസ് ഒരു ബിലോ ആവറേജ് ടീമായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കുയെൻകയ്ക്കെതിരെ മോശമല്ലാതെ സാൻഡോസ് കളിച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.